അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ഡയാലിസിസ് സെൻ്ററുകൾ, ക്യാൻസർ സെൻ്ററുകൾ, ഇങ്ങനെ നിരവധി ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഈ ഹോസ്പിറ്റലുകളോടൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ, മരുന്ന് ഷോപ്പുകളും ഇതിനോട് ചുറ്റിപ്പറ്റിക്കൊണ്ട്, ചിലപ്പോൾ ഒരു അങ്ങാടിയിൽ തന്നെ ഒരു ഹോസ്പിറ്റലോ 2 ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി മെഡിക്കൽ ഷോപ്പുകളും അതിൻ്റെ ചുറ്റുവട്ടത്ത് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നതൊക്കെ പോലെ തന്നെ വലിയ ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഹോസ്പിറ്റൽ സാധ്യത, പ്രത്യേകിച്ച് കേരളത്തിൽ. ഹോട്ടലുകൾക്ക് സ്റ്റാർ വാല്യൂ ഉണ്ട് എങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് ഇപ്പോൾ നിലവിൽ ഇല്ല എന്ന് മാത്രം. സൗകര്യങ്ങൾക്കനുസരിച്ചാണല്ലോ ഹോട്ടലുകൾക്ക് സ്റ്റാർ വാല്യൂ കൊടുക്കുന്നത്, 5 സ്റ്റാർ, 7 സ്റ്റാർ, 3 സ്റ്റാർ, ഇതൊക്കെ. അത്തരം സ്റ്റാർ വാല്യൂ നിലവിൽ ഹോസ്പിറ്റലുകൾ ഇല്ല, പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ഹോസ്പിറ്റലുകൾക്കും ഇത്തരം സ്റ്റാർ വാല്യൂ കൊടുക്കാൻ തുടങ്ങും. കാരണം അത്രയും വലിയ ഒരു ബിസിനസ് സാധ്യതയാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇത്തരം ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പുതിയതായിട്ട് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വികസനം വന്നു, അല്ലെങ്കിൽ ഇതൊക്കെ വലിയൊരു പുരോഗതിയുടെ വികസനത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചവരാണ്. സത്യത്തിൽ ഇതൊരു വികസനമല്ല, ഇത് നമ്മുടെ നാട്ടിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നതിൻ്റെ സൂചനയാണ്. നമ്മുടെ നാട്ടിലെ ആരോഗ്യരംഗം വളരെ പരാജയമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരം ഹോസ്പിറ്റലുകൾ ഉയർന്നു വരുന്നതിൻ്റെ പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുകളിൽ രോഗികളുടെ എണ്ണം കൂടുന്നത് നമ്മളൊക്കെ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. അപ്പോൾ ഈ രോഗികളുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ സത്യത്തിൽ ഭക്ഷണത്തിലൂടെയാണ്, നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉത്ഭവം. എന്നാൽ ഈ കൃത്യമായ മായം കലരാത്ത, വിഷം കലരാത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്താൽ രോഗികളുടെ എണ്ണം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ 2 ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ എത്രയോ കുറഞ്ഞ തുക മാത്രം മതി ഈ രോഗം ഇല്ലാതെയാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ. കുറഞ്ഞ തുക മാത്രം മതി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ കുറഞ്ഞ തുക മതി. ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രോഗികളുടെ എണ്ണം, അല്ലെങ്കിൽ രോഗം വരാനുള്ള കാരണം നമ്മളൊന്ന് തടയാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ അതില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളുടെ എണ്ണവും ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഈ ഭക്ഷണത്തിലൂടെയും മറ്റൊന്ന് അലോപ്പതി മരുന്നുകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു മലയാളികൾ. ഇംഗ്ലീഷ് മരുന്നിന് അടിമകളായി. ഇപ്പോൾ നമ്മുടെ വാർത്തകളിലും മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ലഹരിക്കടിമയാകുന്ന ആളുകളെ കുറിച്ചാണ്. ലഹരിയാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ലഹരി അടിമയാകുന്നത് പോലെ തന്നെ വലിയ അപകടകരമാണ് മരുന്നുകൾക്ക്, ഡ്രഗ്സുകൾക്ക് അടിമയാകുക എന്നുള്ളത്. മരുന്നിന് അടിമയാകുന്നുണ്ട് നമ്മുടെ മലയാളികൾ. ഉദാഹരണത്തിന് ചെറിയ വയറ്റിലെന്തെങ്കിലും ചെറിയൊരു വേദന വന്നു കഴിയുമ്പോഴേക്ക്, ഗ്യാസിൻ്റെ അസുഖമായിരിക്കാം, അത് വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉടനെ തന്നെ ഗ്യാസിൻ്റെ ഗുളിക വാങ്ങി കഴിക്കുകയാണ്. അത് ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ സെയിം വേദന അതേ സമയത്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ ഗ്യാസിൻ്റെ ഗുളിക വാങ്ങി, അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുണ്ടാകും 8-10 ഗുളികകൾ ഒരുമിച്ച്. അപ്പോൾ ഈ വേദന വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗുളിക എടുത്ത് കഴിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി അലോപ്പതി മരുന്നുകൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അടിമയാകുന്ന ഇതുമൂലം നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ അവയവങ്ങൾ പതുക്കെ അതിൻ്റെ പ്രവർത്തന ശേഷി നശിക്കുന്നു. ഉള്ളിലുള്ള എല്ലാതും പതിയെ തകരാറിലാകുന്ന ഒരു ലക്ഷണം. അപ്പോൾ ലഹരിക്കടിമപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ്, അവരുടെ ബുദ്ധിയെ, തലച്ചോറിനെ നശിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ ഇത്തരം ഗുളികകൾക്ക് അടിമപ്പെടുന്ന ആളുകൾ
ഇത്തരം അലോപ്പതി മരുന്നുകൾ നിരന്തരമായി അടിമപ്പെടുന്ന ആളുകളും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? അവരുടെ ശരീരം അവർ നശിപ്പിക്കുകയാണ്, അവരുടെ ആരോഗ്യം അവർ നശിപ്പിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ ഉണ്ടാകുന്നത്, അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എവിടെയും വരുന്നുണ്ട്. ഈ ഗുളിക ഉപയോഗിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നിരന്തരമായ അമിതമായ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നിടത്തും വരുന്നുണ്ട്. ഒരു പക്ഷേ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രോഗങ്ങളെക്കാളും കൂടുതൽ മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലം നമുക്ക് ഉണ്ടായിത്തീരുന്ന രോഗികളായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഒന്ന് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഭക്ഷണത്തിൽ നിന്ന് ഈ മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നാണോ നമുക്ക് രോഗം കൂടുന്നത്, അതല്ല മറ്റു പല ഭാഗങ്ങളിൽ നിന്നാണോ രോഗം കൂടുന്നത്, അതല്ല ഇവർക്ക് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്നുകൾക്ക് നിരന്തരമായി അഡിക്റ്റായിട്ടാണോ ഇവർ രോഗികളായത് എന്ന് നമ്മൾ കൃത്യമായിട്ടൊരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് വലിയ വലിയ രോഗങ്ങൾക്ക് അടിമയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഡോക്ടർമാർ തന്നെ നൽകി കൊടുക്കുന്ന മരുന്ന് എന്ന പേരിൽ കൊടുക്കുന്ന വിഷമാണ്. ഒരുപക്ഷെ ലഹരിയേക്കാൾ വലിയ ഒരു അഡിക്റ്റ്, അല്ലെങ്കിൽ ലഹരിയേക്കാളും വലിയ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിതമായ ഉപയോഗം. എപ്പോഴെങ്കിലും കുറഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുകയോ എപ്പോഴെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിരന്തരമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും ഈ മാരകമായ വലിയ ഡോസുള്ള അലോപ്പതി മരുന്നുകൾ നിരന്തരമായി ഉപയോഗിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ ഉള്ള് നശിക്കുന്നു, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും പ്രവർത്തനം തകരാറിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. വിദേശ രാജ്യങ്ങളായ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥിരതാമസമാക്കിയ ആളുകളൊക്കെ പലപ്പോഴും അവരുടെ വീഡിയോകളിൽ പറയാറുണ്ട്, അത്തരം നാടുകളിലൊക്കെ, ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, ഇംഗ്ലീഷ് നാടുകളിലൊക്കെ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ചികിത്സ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടറെ നമുക്ക് ഒന്ന് കൺസൾട്ടിങ്ങിന് ഒരു ഡോക്ടറെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡോക്ടറെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഒരു ഡോക്ടറെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ ഒരു പക്ഷേ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ടോക്കൺ ലഭിക്കുന്നത്. അപ്പോൾ അത്രയും സമയം അവിടെ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അത്തരം നാടുകളിലുള്ളത്. ഞാൻ അവിടെ താമസിക്കുന്ന ആളുകൾ പല ആളുകളും അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഡോക്ടറെ കാണണമെന്ന്, ഇപ്പോൾ എനിക്ക് ഡോക്ടറെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം, പക്ഷേ ഇവിടെ അത് പറ്റൂല. ഇവിടെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ ഒരു പക്ഷേ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത്, ഡോക്ടറെ കാണാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ വീഡിയോയിലൂടെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു സൂത്രമാണ്, അഥവാ അത്തരം നാടുകൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അവർ മുന്നിലാണ് എന്ന് മറ്റു രാജ്യങ്ങളെ കാണിക്കാനുള്ള ഒരു തന്ത്രം ഇതിലൂടെയുണ്ട്. എന്താണ്? ഇപ്പോൾ സാധാരണ ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു എങ്കിൽ, നമുക്ക് ഇപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പോകും. നേരെ മറിച്ച് അത്തരം നാടുകളിൽ അത് കഴിയില്ല. ഇപ്പോൾ ഡോക്ടറെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ രോഗി അവിടെ കുറച്ച് സമയം വിശ്രമിക്കും. 2-3 ദിവസം വിശ്രമിക്കുന്നതോടുകൂടി ഒരു പക്ഷേ ആ രോഗം അങ്ങനെ സുഖപ്പെടും. അപ്പോൾ ചെറിയ നിസ്സാരമായ ഒരു രോഗം വരുമ്പോഴേക്ക് അവിടെയുള്ള ആളുകൾ ഡോക്ടറെ സമീപിക്കുന്നില്ല. അപ്പോൾ സമീപിക്കാത്ത കാരണം എന്താ? ഡോക്ടറെ ഇന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം ഈ രോഗി അവിടെ വിശ്രമിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാവുകയാണ്.